പി.സി. ചാക്കോ NCP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറണമെന്ന് ഭൂരിപക്ഷം സംസ്ഥാന സമിതി അംഗങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. രാജിവെക്കുന്നതിനായി ശരത് പവാറിനെ അറിയിച്ചിട്ടുണ്ട്. വിജിൻ വായാന്തോട് ചേരുകയാണ്. വിജിൻ, വളരെ പെട്ടെന്ന് വലിയൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പി.സി. ചാക്കോ NCP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സിന്ധൂരി, എന്തായാലും കുറച്ച് ദിവസങ്ങളായി NCPക്കകത്ത് ചില അസ്വാരസ്യങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തുവരികയും ചെയ്തതാണ്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലും ഒപ്പം തന്നെ മറ്റ് ചില ജില്ലാ കമ്മിറ്റികളിലും ഒക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധവും അതുമായി ബന്ധപ്പെട്ട തർക്കവും ഒക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. നേരത്തെ തന്നെ ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റികളും പി.സി. ചാക്കോ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം, മാറി നിൽക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഓരോ ജില്ലാ കമ്മിറ്റിയിലെയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഒപ്പിട്ട കത്ത് ഇതുമായി ബന്ധപ്പെട്ട് പി.സി. ചാക്കോ മാറണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള കത്ത് നൽകുകയും ചെയ്തിരുന്നു. ഇങ്ങനെ പല തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ പാർട്ടിയിൽ പുകയുന്നതിനിടയിലാണ് നിലവിൽ ഇപ്പോൾ പി.സി. ചാക്കോ രാജിവെക്കുന്നതായി അറിയിച്ചുള്ള വിവരം ശരത് പവാറിനെ അറിയിച്ചിട്ടുള്ളത്. ഒരു ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിൽ നിന്ന് NCPയിലേക്ക് എത്തിയ പി.സി. ചാക്കോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി NCP സംസ്ഥാന അധ്യക്ഷനായി തുടരുകയായിരുന്നു. ശരത് പവാറുമായും അടുത്ത ബന്ധമായിരുന്നു പി.സി. ചാക്കോയ്ക്ക് ഉണ്ടായിരുന്നത്. നിലവിൽ ഈ മന്ത്രിമാറ്റം ഉൾപ്പെടെയുള്ള ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ മന്ത്രിമാറ്റത്തിൻ്റെ ചർച്ചകൾ ഒക്കെ മാറി നിൽക്കുകയും ചില വിഭാഗങ്ങൾ, അതായത് ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റികളിലെയും വിഭാഗങ്ങൾ തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കി മാറ്റണം എന്നുള്ള അഭിപ്രായം, അത്തരത്തിലുള്ളൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പാർട്ടിയിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നതിനിടയിലാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പി.സി. ചാക്കോ എത്തിയത് എന്നാണ് അറിയുന്നത്. എന്തായാലും നിലവിൽ ശശീന്ദ്രൻ മന്ത്രിയായി വിജിൻ, പി.സി. ചാക്കോയ്ക്കെതിരെ സംസ്ഥാന ഘടകത്തിലുണ്ടായ എതിർപ്പാണോ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു രാജിയിലേക്ക് അദ്ദേഹത്തെ നയിച്ചിരിക്കുന്നത്? തീർച്ചയായും സംസ്ഥാന ഘടകത്തിൽ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ, പല വിഭാഗങ്ങളായി തിരിഞ്ഞുള്ള അസ്വാരസ്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. ശശീന്ദ്രൻ പക്ഷവും ഒപ്പം തന്നെ തോമസ് കെ തോമസ് MLA പക്ഷവും ആയിരുന്നു പ്രബല വിഭാഗമായി പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് പി.സി. ചാക്കോ കോൺഗ്രസ് വിട്ട് NCPയിൽ എത്തിയതിനു ശേഷം ശരത് പവാർ അദ്ദേഹത്തെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചത്. അതിനുശേഷം കുറച്ച് വർഷങ്ങളായി മറ്റ് പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നിലവിൽ കുറച്ച് ദിവസങ്ങളായി, കുറച്ച് മാസങ്ങളായി ഉടലെടുത്ത ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത്. അതാണ് തോമസ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, പല ജില്ലാ കമ്മിറ്റികളും പി.സി. ചാക്കോവിനെ മാറ്റി തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കണം എന്ന ആവശ്യം ഉന്നയിച്ചത്. മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്ന ആവശ്യം ഒക്കെ നേരത്തെ തോമസ് കെ തോമസ് ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ നിലപാടിൽ നിന്ന് തോമസ് കെ തോമസ് പിന്നോട്ട് പോവുകയും സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് എത്താനുള്ള ഒരു നീക്കം നടത്തുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പല ജില്ലാ കമ്മിറ്റികളിലെയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ ഒപ്പ് ശേഖരിച്ച് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പി.സി. ചാക്കോവിനെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. ഇപ്പോൾ നിലവിൽ തോമസ് കെ തോമസിനെ അധ്യക്ഷനാക്കി മാറ്റണമെന്ന ആവശ്യം പ്രബല വിഭാഗം ഉന്നയിക്കുന്നു. അതിന് AK ശശീന്ദ്രൻ്റെ കൂടി പിന്തുണയുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. അങ്ങനെ സംസ്ഥാന സമിതിയിൽ ഒരു പിന്തുണ നഷ്ടപ്പെടുന്നതായിട്ടുള്ള അത്തരം ഒരു നീക്കം ഉണ്ടായ സാഹചര്യത്തിലാണ് പി.സി. ചാക്കോവിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു രാജിയിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ശരത് പവാറിന് താൻ രാജിവെക്കുന്നതായുള്ള വിവരം അറിയിച്ചുകൊണ്ടുള്ള തൻ്റെ നിലപാട് പി.സി. ചാക്കോ വ്യക്തമാക്കുന്നത്. പാർട്ടിയിലെ അസ്വാരസ്യം, ഒപ്പം തന്നെ പ്രബല വിഭാഗത്തിൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ടത് ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് രാജിയിലേക്ക് നയിച്ചത് എന്നാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സിന്ധൂരി, വിജിൻ, ഈ തോമസ് കെ തോമസും മന്ത്രിയും തമ്മിലുള്ള ഒരു സൗഹൃദം അല്ലെങ്കിൽ ആ ഒരു കൈകോർക്കലാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു രാജിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്? പാർട്ടിയിൽ മറ്റ് തരത്തിലുള്ള വിഭാഗീയതകൾ ഇല്ല എന്ന് പറയുമ്പോഴും പക്ഷേ തോമസ് കെ തോമസും അതുപോലെ തന്നെ AK ശശീന്ദ്രൻ വിഭാഗവുമായിട്ടുള്ള രണ്ട് വിഭാഗങ്ങൾ തന്നെയായിരുന്നു NCPയിൽ ഉണ്ടായിരുന്നത്. അവരാണ് ഈ NCPയിലെ പ്രവർത്തനങ്ങളൊക്കെ ഏകീകരിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അതിനിടയിലാണ് നിലവിൽ അന്ന് കോൺഗ്രസിലെ നേതാവായിരുന്ന പി.സി. ചാക്കോ NCPയിലേക്ക് എത്തിയത്. NCP നേതാക്കളുടെ, അകത്തുള്ള നേതാക്കളുടെ വലിയ പിന്തുണയൊന്നും ഇല്ലാതെ തന്നെയാണ് പി.സി. ചാക്കോ അധ്യക്ഷനായി മാറുകയും ചെയ്തത്. ശരത് പവാറാണ് അദ്ദേഹത്തെ അധ്യക്ഷനായി നിയമിച്ചിരുന്നത്. പക്ഷേ അതിനിടയിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായി വരുന്ന വിവരങ്ങൾ അനുസരിച്ച് വന്നിരുന്നത് ഇതിൽ പി.സി. ചാക്കോയെ മാറ്റണമെന്ന ആവശ്യത്തിലേക്ക് AK ശശീന്ദ്രൻ വിഭാഗവും ഒപ്പം തന്നെ തോമസ് കെ തോമസ് വിഭാഗവും എത്തി എന്നുള്ളതാണ്. അതുതന്നെയാണ് തൻ്റെ വലിയ തരത്തിലുള്ള അപ്രമാദിത്വം നഷ്ടപ്പെടുന്നു, തനിക്ക് പിന്തുണ നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയാണ് പി.സി. ചാക്കോ ഇപ്പോൾ രാജിയിലേക്ക് കടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരം വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും സിന്ധൂരി സൂചിപ്പിച്ചതുപോലെ
കാര്യത്തിൽ പാർട്ടിയിലെ തൻ്റെ പിന്തുണ കുറയുന്നു, തനിക്ക് ലഭിച്ചിരുന്ന പല ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഇല്ലാതാകുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ശേഷമാണ് PC ചാക്കോവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ഒരു നീക്കം ഉണ്ടായത് എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജിൻ, AK ശശീന്ദ്രന്റെയും തോമസ് കെ തോമസിന്റെയും ഒരു പിന്തുണ തനിക്കില്ല എങ്കിലും ശരത് പവാറുമായി വളരെ ശക്തമായ ഒരു ബന്ധം ഉണ്ടായിരുന്ന ആളാണ് ഇദ്ദേഹം. അപ്പോൾ ഈ ഒരു അവസാന തീരുമാനം, ഒരു അന്തിമ തീരുമാനം എന്ന് പറയുന്നത് ശരത് പവാറിന്റെ ഭാഗത്തു നിന്ന് തന്നെ ആയിരിക്കില്ലേ? അവിടെ എന്തെങ്കിലും മാറ്റം വരുവാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും നിലവിൽ അറിയുന്ന വിവരങ്ങൾ അനുസരിച്ച് തോമസ് കെ തോമസ് സംസ്ഥാന അധ്യക്ഷനാകും എന്നുള്ളതാണ്. ശരത് പവാറിനും ഇക്കാര്യത്തിൽ വലിയ എതിരഭിപ്രായം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും PC ചാക്കോവിൻ്റെ രാജി ശരത് പവാർ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം. ഔദ്യോഗിക പക്ഷം ഈ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പൂർണ്ണമായും തോമസ് കെ തോമസിനെ പിന്താങ്ങുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. അതായത് ശശീന്ദ്രൻ വിഭാഗവും തോമസ് കെ തോമസ് വിഭാഗത്തിലെ മുഴുവൻ ആളുകളും തോമസ് കെ തോമസ് തന്നെ സംസ്ഥാന അധ്യക്ഷനാകട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ പാർലമെന്ററി പാർട്ടി അധ്യക്ഷനായും അദ്ദേഹം മാറും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ മന്ത്രിസ്ഥാനം ശശീന്ദ്രൻ തന്നെ മന്ത്രിസ്ഥാനത്ത് തുടരുകയും ഒപ്പം തന്നെ തോമസ് കെ തോമസ് സംസ്ഥാന അധ്യക്ഷനായി മാറുകയും ചെയ്താൽ ഈ പ്രബല വിഭാഗങ്ങൾ പൂർണ്ണമായും വിഭാഗീയത ഒഴിവാക്കാൻ കഴിയും, ഒരു പ്രതിസന്ധി NCPയിൽ ഇത് ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ അഖിലേന്ത്യാ നേതൃത്വവും സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, ശരത് പവാറും സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. നേരത്തെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ തോമസ് കെ തോമസിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. അത് തന്നെ നടപ്പിലാക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ശരത് പവാർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരം. എന്തായാലും PC ചാക്കോ നൽകിയ രാജി അത് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതും ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. എന്തായാലും ഇനി അടുത്ത നീക്കം PC ചാക്കോവിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് ഉണ്ടാവുക എന്ന കാര്യത്തിലാണ് ആകാംക്ഷ നിലനിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല. തോമസ് കെ തോമസും ഒപ്പം തന്നെ AK ശശീന്ദ്രനും രണ്ടുപേരും നിയമസഭയ്ക്ക് അകത്താണുള്ളത്. ഒരുപക്ഷെ അവരിൽ നിന്നുകൂടി പ്രതികരണം ലഭ്യമുണ്ട്, മറ്റ് നേതാക്കളിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ PC ചാക്കോ നൽകിയിരിക്കുന്ന രാജി അത് ശരത് പവാർ അംഗീകരിച്ചിരിക്കുന്നു. തോമസ് കെ തോമസ് അടുത്ത NCP സംസ്ഥാന അധ്യക്ഷനാവും എന്ന വിവരമാണ് പുറത്തുവരുന്നത്. സിന്ധൂരി. ശരി വിജിൻ, PC ചാക്കോ NCP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. PC ചാക്കോയ്ക്ക് പകരം ഇനി തോമസ് കെ തോമസ് ഈ സ്ഥാനത്തേക്ക് വരുമെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ശരത് പവാർ രാജി അംഗീകരിച്ചു എന്നൊരു ഏറ്റവും പുതിയ വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിജിൻ വായാന്തോടാണ് വിശദാംശങ്ങൾ നൽകിയത്.